വി.എസ്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലവും അതുപോലെ അദ്ദേഹം CPM-ന്റെ കരുത്തനായ നേതാവായിരുന്ന സമയവും മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടവും ഒക്കെ ശരിക്കും ആ സമയത്ത് നമുക്കറിയാം, നമ്മൾ പത്രവും മീഡിയയും ആ സമയത്ത് തന്നെയാണ് TV ജേർണലിസവും ഒക്കെ അത്രത്തോളം വികസിച്ച ഒരു കാലഘട്ടമായിരുന്നു വി.എസിന്റെ 2000-ന് ശേഷമുള്ള കാലഘട്ടം. ആ ഒരു സമയത്ത് നമുക്കറിയാം ശരിക്കും ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെയായിരുന്നു കേരള രാഷ്ട്രീയവും വി.എസ്. എന്ന മനുഷ്യനും മുന്നോട്ട് പോയിരുന്ന ആ ഒരു കാലഘട്ടം. വി.എസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ പ്രശ്നങ്ങൾ, പിണറായി വിജയൻ, വി.എസ്. എന്നിങ്ങനെ രണ്ട് ചേരികൾ നിറഞ്ഞു നിന്ന ആ ഒരു സമയത്ത് ഒരു ഭാഗത്ത് പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗം മുഴുവനും വി.എസിനെതിരെ നിൽക്കുന്നു. അതുപോലെ പ്രതിപക്ഷത്തിന്റെ രീതിയിലുള്ള അവരുടെ എതിർപ്പും മുന്നിൽ നിൽക്കുന്നു. എന്നിട്ടും ഒറ്റയാനായി നടന്നു നീങ്ങി വി.എസിന്റെ ആ ഒരു കാലഘട്ടം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം നമ്മുടെ മനസ്സിലൊക്കെയുമുണ്ട്. വി.എസിന്റെ ആ സമയത്തെ ഒരുപാട് പ്രസംഗങ്ങൾ ടിവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ കാച്ചി കുറുക്കിയുള്ള, ആറ്റിയും കുറുക്കിയും, സൗണ്ട് ഇടറിയും അതുപോലെ തന്നെ സൗണ്ട് നീട്ടിയും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തീർച്ചയായും നിറഞ്ഞു നിൽപ്പുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഒരുപാട് പ്രസംഗങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ടി.കെ. ഹംസക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ കാലം വന്ന് വിളിച്ചിട്ടും എന്തേ പോവാത്തു ഗോപാല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അമരാവതിയിൽ സഖാവ് AKG സമരം നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹം എന്തുകൊണ്ട് മരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചവനാണ് ഈ ഹംസ എന്ന് പറഞ്ഞുകൊണ്ട്. ഹംസ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹംസക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്.